ഇന്ദിര, എന്താ മാഷിന് എങ്ങനെയുണ്ട്? അദ്ദേഹത്തിന് ആപത്തൊന്നും വരില്ലല്ലോ? ഇപ്പൊ ഒന്നും പറയാറായിട്ടില്ല. എല്ലാവരും വലിയ വിഷമത്തില. ആപത്തൊന്നും സംഭവിക്കില്ലെന്ന് വിചാരിക്കാം. അല്ല, ഇനി അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ തന്നെ ഇയാൾക്ക് എന്താ കുഴപ്പം? റോഡിൽ കിടന്ന് ചാവേണ്ടിയിരുന്ന തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് നന്ദിയായിരിക്കും അല്ലേ? അമ്മയൊന്നും വിട്. എനിക്ക് അങ്ങനെ വിടാൻ പറ്റത്തില്ല ഇന്ദിര. ഇയാളെന്തിനാ നിന്നോട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നേ? അങ്ങനെ ഒരു അടുപ്പം ഇവിടെ ആരുമായും അയാൾ ഉണ്ടാക്കിയെടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ആനന്ദമാഷിന്റെ കാര്യത്തിൽ തനിക്ക് ഒരുപാട് ദണ്ണുണ്ടെങ്കിലേ താൻ അയാളെടുത്ത് പോയി ചോദിക്കണോ? അല്ലാതെ ചോറ് ഇവിടെയും കൂറ് അവിടെ എന്നുള്ള ഈ പരിപാടി നടക്കില്ല. കഷ്ടം. നന്നായിട്ട് കളറിയണേ. സത്യ, ഇല്ല വെച്ചൂട്ടാ. അവരേ ഭാനുമ്മയുടെ അടുത്താ. അവിടെ മോന്റെ അനിയത്തിമാരില്ലേ? നമുക്ക് അങ്ങോട്ട് പോവാം. അല്ല, ഈ രാത്രിയിൽ ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകണോ? ഇന്ന് രണ്ടാളും ഇവിടെ കിടക്കട്ടെ. എന്തിനാ? എടാ, എനിക്കെന്തായാലും അങ്ങോട്ട് പോകണം. അതിരാവിലെ അനുവിനും കൂടി ഹോസ്പിറ്റലിൽ പോകണം. പിന്നെ രഘു അമ്പിളി അവിടെ ഉള്ളത്. മാഷിപ്പോഴും ഐസി തന്നെയാണോ ഏട്ടാ ഉള്ളത്? ഇപ്പോഴും സെഡേഷനില്ല. ആർക്കും അകത്ത് കയറി കാണാനൊന്നും പറ്റില്ല. നാളെ എന്തെങ്കിലും പറയാൻ പറ്റുമെന്നാ ഡോക്ടറും പറഞ്ഞത്. ഒരു ദിവസം മുഴുവൻ ബോധമില്ലാണ്ട് കിടന്നാ പിന്നെ വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട ഇന്ദിര. ഇനിയൊക്കെ ദൈവത്തിന്റെ കയ്യിലാണെന്ന് വിചാരിച്ചാ മതി. മക്കളെ, നമുക്കേ വേഗം ഇറങ്ങാം കേട്ടോ. വാ, ബാഗും പുസ്തകമൊക്കെ എടുത്തോ. നാളെ അവിടുന്ന് നേഴ്സറി പോകണ്ടല്ലേ? ഇവരിവിടെ നിർത്തിയേക്ക്. ഇന്ദിരേട്ടൻ വേണം പോയിക്കോ. രണ്ടുപേരും ഞാൻ നോക്കിക്കോളാം. എടി, നിനക്ക് നിന്റെ കൊച്ചിന് നേരം വേണം നോക്കാൻ സമയമില്ലല്ലോ. നീ ക്ലാസ്സിൽ പോകുമ്പോ ഞാനല്ലേ അവിടെ നോക്കുന്നേ? അതുകൊണ്ട് എന്താ, ഒരു അത്യാവശ്യം വന്നാ നമ്മൾ ചെയ്യണ്ടേ? ഇന്ദിരേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് അമ്മ കാണുന്നില്ലേ? പിന്നെ അവൻ ഓടുന്നേ അവന്റെ ഭാര്യ വീട്ടുകാരുടെ ആവശ്യത്തിന് വേണ്ടിയാ, അല്ലാതെ ഈ കുടുംബത്തിലെ ആർക്കും വേണ്ടിയിട്ടല്ല. ഈ കുടുംബത്തിന് മേലെ ആവശ്യമില്ലാത്ത ബാധ്യതയും മാനക്കെടും കെട്ടിവെച്ചവരാ അനന്തമാഷും മക്കളും. അവരെ സഹായിക്കാൻ വേണ്ടി എന്റെ മക്കൾ ത്യാഗം സഹിക്കേണ്ട കാര്യമില്ല. എന്റെ അമ്മേ, മതി. അവരാരും ഇവിടെ സഹായം ചോദിച്ചു വന്നൊന്നുമില്ലല്ലോ. സോറ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് പറഞ്ഞതാ. ഞാൻ എന്തായാലും കുട്ടികളെ ഇവിടെ നിർത്താൻ ഉദ്ദേശിക്കുന്നുമില്ല. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. മക്കളെ, വാ. ഇന്ദിരേട്ട, മോളും കയറിക്കോ. നീ ഗേറ്റ് തുറക്കും. അവളെ പിടിച്ചിരുന്നോ? ഗേറ്റ് തുറക്കും.